തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. എല്ലാവർക്കും തദ്ദേശകം ചാനലിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള ഉദ്ഘാടനം ജനുവരി 2 മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രി എം പി രാജേഷ്. യാത്രാവേളകളിൽ ശുചിമുറി കണ്ടെത്താൻ ഡിജിറ്റൽ സഹായം. ശുചിത്വ മിഷന്റെ ക്ലൂ ആപ്പ് പുറത്തിറക്കി. മന്ത്രി എം പി രാജേഷ്. വേമ്പനാട് തടാകത്തിന്റെ പരിസ്ഥിതി പുനരുദ്ധാരണത്തിന് 9 പദ്ധതികൾ അവതരിപ്പിച്ച് ബീറ്റ വേമ്പനാട് ഫോറം. ജനുവരി 2 മുതൽ 11 വരെ പാലക്കാട് ജില്ലയിലെ തൃത്താല ചാലിശ്ശേരിയിൽ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ്. ജനുവരി 2 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മന്ത്രി അറിയിച്ചു. കുടുംബശ്രീയും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായാണ് 2026 സരസ് മേള സംഘടിപ്പിക്കുന്നത്. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എം പിമാരായ അബ്ദുൾ സമദ് സമദാനി, വി കെ ശ്രീകണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. മന്ത്രിമാരായ പി മുഹമ്മദ് റിയാസ്, കെ രാജൻ, സജി ചെറിയാൻ, ആർ ബിന്ദു, പി രാജീവ്, പി പ്രസാദ്, അബ്ദുൾ റഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വിശദമാക്കിയത്. ചാലിശ്ശേരി മൂലേപ്പറമ്പ് മൈതാനത്തും സമീപത്ത് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 ഉൽപ്പന്ന പ്രദർശന വിപണന സ്റ്റാളുകൾ മേളയിലുണ്ടാകും. കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ഗ്രാമീണ വനിതാ സംരംഭകർ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പ്രദർശനത്തിനും വിപണനത്തിനുമായി എത്തുക. ഇതിൽ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകും. മെഗാ ഫുഡ് കോർട്ടുകൾ സരസ് മേളയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പ്രമുഖർ അണിനിരക്കുന്ന കലാസന്ധ്യകൾ, പുഷ്പമേള, വിവിധ സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സരസ് മേളയിൽ പ്രവേശനം സൗജന്യമാണ്. സമാപന സമ്മേളനം ജനുവരി 11 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. കെ രാധാകൃഷ്ണൻ എം പി, സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളാവും. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ പി, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനുരാധ എസ്, നവകേരള മിഷൻ സെയ്തലവി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ തയ്യാറാക്കിയ ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതുശുചിമുറികൾക്ക് പുറമെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് മികച്ച നിലവാരം പുലർത്തുന്ന സ്വകാര്യ ഹോട്ടലുകളിലെയും റെസ്റ്റോറൻറ്റുകളിലെയും ശുചിമുറികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ശൃംഖല വിപുലീകരിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് അവരുടെ ലൊക്കേഷന് തൊട്ടടുത്തുള്ള ശുചിമുറികൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഈ ആപ്പിൻ്റെ പ്രധാന സവിശേഷത. ഓരോ ശുചിമുറി കേന്ദ്രത്തിൻ്റെയും പ്രവർത്തന സമയം, അവിടുത്തെ സൗകര്യങ്ങളായ പാർക്കിംഗ് തുടങ്ങിയവയും ഉപയോക്താക്കളുടെ റേറ്റിംഗുകളും ആപ്പിലൂടെ തത്സമയം അറിയാൻ സാധിക്കും. ഫ്രൂഗൽ സയൻറ്റിഫിക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര പാതകളെയും ദേശീയപാതകളെയും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ പങ്കാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം ഈ സേവനം വ്യാപിപ്പിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസമാകുന്ന ഈ ഡിജിറ്റൽ സംവിധാനം കേരളത്തെ ഒരു മികച്ച ശുചിത്വ സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി ആഗോളതലത്തിൽ ഉയർത്തുന്നതിനും ഈ സംരംഭം വലിയ രീതിയിൽ സഹായിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തണ്ണീർത്തടമായ വേമ്പനാട് തടാകത്തിന്റെ പരിസ്ഥിതി പുനരുദ്ധാരണത്തിന് 9 പദ്ധതികൾ അവതരിപ്പിച്ച് ബീറ്റ വേമ്പനാട് ഫോറം. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആര്യാട് ലേക്ക് കനോപ്പി റിസോർട്ടിൽ സംഘടിപ്പിച്ച ബീറ്റ വേമ്പനാട് ഫോറത്തിലാണ് മേഖലയിലെ വിദഗ്ധർ വ്യത്യസ്തമായ പരിസ്ഥിതി പുനരുദ്ധാരണ പദ്ധതികൾ അവതരിപ്പിച്ചത്. കുളവാഴ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഓൺസൈറ്റ് ശുചീകരണ സംവിധാനം, സ്കൂൾ ലാബുകളിലൂടെ വിദ്യാർത്ഥി പൗരജലഗുണ നിരീക്ഷണം, നഴ്സറി പെൻ സാങ്കേതികവിദ്യയിലൂടെ മത്സ്യബന്ധന വർധനവ്, ബയോബണ്ട് നിർമ്മാണം, സ്ലൂയിസ് ഗേറ്റ് സാങ്കേതികവിദ്യ, കീടനാശിനികൾ നീക്കം ചെയ്യുന്ന പ്രകൃതി അധിഷ്ഠിത ഫിൽറ്റർ, ഹൗസ് ബോട്ട് മേഖലയിലെ ഉയർന്ന പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് കേന്ദ്രീകൃത വൃത്തിയാക്കൽ, സാനിറ്റേഷൻ അടിസ്ഥാന സൗകര്യ പദ്ധതി എന്നിവയാണ് വിദഗ്ധർ ഫോറത്തിൽ അവതരിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ 1.5 വർഷമായി നടന്നുവരുന്ന വേമ്പനാട് പുനരുദ്ധാരണ പദ്ധതിയുടെ സാധ്യതകളും അവസരങ്ങളും ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും മുന്നിൽ അവതരിപ്പിക്കുക, കായലിൻ്റെ പുനരുജ്ജീവനത്തിന് CSR ഫണ്ടുകൾ സമാഹരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര വിദഗ്ധരെ അടക്കം പങ്കെടുപ്പിച്ച് സെമിനാർ സംഘടിപ്പിച്ചത്. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയും ദേശീയ ജലദൗത്യം ഡയറക്ടറുമായ അർച്ചന വർമ്മ ഫോറം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. ടാക്സ് ഫോറം ഡയറക്ടർ രോഹിത് ജോസഫ് പദ്ധതി വിശദീകരിച്ചു. പരിപാടിയിൽ മുൻ ധനവകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്, മുൻ അംബാസഡർ വേണു രാജാമണി, UNCCD ഡയറക്ടർ ഡോക്ടർ മുരളി തുമ്മാരുകുടി, വെറ്റ്ലാൻഡ്സ് ഇന്റർനാഷണൽ സൗത്ത് ഏഷ്യൻ ഡയറക്ടർ ഡോക്ടർ ഋതേഷ് കുമാർ, കെയർ എർത്ത് കോ ഫൗണ്ടർ ഡോക്ടർ ജയശ്രീ വെങ്കടേശൻ, SWAK മെമ്പർ സെക്രട്ടറി സുനിൽ പമീഡി, ഡോക്ടർ KG പത്മകുമാർ, ഡോക്ടർ G നാഗേന്ദ്ര പ്രഭു, ഡോക്ടർ VN സഞ്ജീവൻ,
ഡോക്ടർ എൻ സുനിൽകുമാർ, ഡോക്ടർ ജോൺ സി മാത്യു, ഡോക്ടർ മനോജ് പി സാമുവൽ, ഡോക്ടർ എൻ അനിൽകുമാർ, ഡോക്ടർ രംഗലക്ഷ്മി, കെ ഹരികുമാർ, രാജ്യാന്തര ദേശീയ തലത്തിലുള്ള പാരിസ്ഥിതിക വിദഗ്ധർ, CSR പ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷക സ്ഥാപനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവർ ഇതിൽ പങ്കെടുത്തു. കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസിന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9 പട്ടികവർഗ ഉന്നതികളിലെ കുടുംബശ്രീ സ്വാശ്രയ സംഘം അംഗങ്ങൾക്കായി നൈപുണ്യ പരിശീലനം സംഘടിപ്പിച്ചു. വാഴച്ചാൽ വനം ഡിവിഷൻ, ചാലക്കുടി എക്സൈസ് റേഞ്ച് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനത്തിൽ കുട നിർമ്മാണം, പഴം പച്ചക്കറി സംസ്കരണം, വിവിധ ഇനം അച്ചാറുകളുടെ നിർമ്മാണം, സ്ക്വാഷ്, ജാം നിർമ്മാണം എന്നിവയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിരപ്പള്ളി വാച്ചുവരം ഗോത്രകലാ പരിപോഷണ കേന്ദ്രത്തിൽ ഡിസംബർ 15 മുതൽ നടത്തിയ പരിശീലനത്തിൽ 9 പട്ടികവർഗ ഉന്നതികളിൽ നിന്നുള്ള അംഗങ്ങളാണ് പരിശീലനാർത്ഥികളായത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു, കില CGG പ്രിൻസിപ്പൽ അയന PN, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആൽവിൻ ആന്റണി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു KK, ഊരുമൂപ്പൻ രാജൻ, കോഴ്സ് കോർഡിനേറ്റർമാരായ റഷീദ് VP, മനോജ് RS, റിസോഴ്സ് പേഴ്സൺമാരായ സില്ല, സംഗീത ബോബി എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി അലങ്കാര ബാഗ് നിർമ്മാണത്തിൽ കിലയുടെ പരിശീലനം. കില തളിപ്പറമ്പ് ETCയിൽ നടന്ന പരിശീലനത്തിൽ വിവിധതരം ലേഡീസ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, മൊബൈൽ പൗച്ച്, പെൻസിൽ പൗച്ച് എന്നിവയുടെ നിർമ്മാണമായിരുന്നു പരിശീലിപ്പിച്ചത്. പ്രിൻസിപ്പൽ അബ്ദുൾ ജലീൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. 30ഓളം പരിശീലനാർത്ഥികളായിരുന്നു പങ്കെടുത്തത്. ഓക്സിലറി അയൽക്കൂട്ട അംഗങ്ങൾക്കായി കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉയരെ ജില്ലാതല ജെൻഡർ ക്യാമ്പയിന് തുടക്കമായി. തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നേടുന്ന സാഹചര്യം വർദ്ധിപ്പിക്കുക, സുരക്ഷിത തൊഴിൽ സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തി വേതനാധിഷ്ഠിത തൊഴിൽ നൽകുകയും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നിവയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. ആലപ്പുഴ കയർ മെഷീനറി ഹാളിൽ നടന്ന ക്യാമ്പയിൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടെസ്സി ബേബി, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ S. സുനിത, ഹാപ്പി കേരളത്തിന്റെ റിസോഴ്സ് പേഴ്സൺ M. ഷുക്കൂർ, ഓക്സിലറി അയൽക്കൂട്ട അംഗങ്ങൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഏറ്റവും മുതിർന്ന അംഗമായ നന്ദൻകോട് വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റ് ഭരണസമിതി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ സബ് കളക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ OV ആൽഫ്രഡ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പ്രവീൺ P, ജില്ലാ സപ്ലൈ ഓഫീസർ സിന്ധു KV, ജില്ലാ ലേബർ ഓഫീസർ A. ബിജു എന്നീ റിട്ടേണിംഗ് ഓഫീസർമാരും MLAമാരായ കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, ആന്റണി രാജു, നഗരസഭാ സെക്രട്ടറി ജഹാംഗീർ S എന്നിവരും പങ്കെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ ജില്ലാ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പുതിയ ഭരണസമിതിക്ക് ജില്ലാ പഞ്ചായത്ത് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ അനുകുമാരി ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗം BP മുരളി കളക്ടറേറ്റിൽ നിന്ന് സത്യവാചകം ഏറ്റുചൊല്ലി. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് BP മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. MLAമാരായ V. ജോയ്, DK മുരളി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D. സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുതിർന്ന അംഗം തോമസ് കുന്നപ്പള്ളിക്ക് വരണാധികാരിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് തോമസ് കുന്നപ്പള്ളി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ മുതിർന്ന അംഗമായ സാം ഈപ്പന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സാം ഈപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഷേർല ബീഗം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ ഏറ്റവും മുതിർന്ന അംഗമായ രാമപ്പ മഞ്ചേശ്വരയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാമപ്പ മഞ്ചേശ്വര മറ്റ് ഡിവിഷനുകളിലെ ജനപ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLAമാരായ NN നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M. രാജഗോപാൽ എന്നിവരും ADM P. അഖിൽ, LSGD ജോയിന്റ് ഡയറക്ടർ R. ഷൈനി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S. ബിജു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗമായ മനക്കോടം ഡിവിഷനിലെ ജെയിംസ് ചിങ്കുതറയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജെയിംസ് ചിങ്കുതറ മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ MLAമാരായ PP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് U. പ്രതിഭ, ADM ആശ CA എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V. പ്രദീപ് കുമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ്, മുതിർന്ന അംഗമായ തിരുനാവായ ഡിവിഷൻ അംഗം NP ഷരീഫാബിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് NP ഷരീഫാബി മറ്റ് 32 അംഗങ്ങൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് സാക്ഷിയാവൻ P. അബ്ദുൽ ഹമീദ് MLA, മുൻ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ എത്തിയിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ കളക്ടറേറ്റ് ആസൂത്രണ ഭവൻ APJ ഹാളിൽ നടന്നു. മുതിർന്ന അംഗമായ കണിയാമ്പറ്റ 6ാം ഡിവിഷനിൽ നിന്നുള്ള M. സുനിൽകുമാറിന്
വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടുക്കി പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കരിങ്കുന്നം ഡിവിഷനിൽ നിന്നുള്ള മുതിർന്ന അംഗം ഷീല സ്റ്റീഫൻ, വരണാധികാരി കൂടിയായ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഷീല സ്റ്റീഫൻ മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PK സജീവ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വകുപ്പ് മേധാവികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തുന്ന മാതൃകാ പദ്ധതിയാണ് സമുന്നതിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ സമുന്നതി യൂത്ത് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള ഗുണഫലങ്ങൾ പട്ടികജാതി വിഭാഗത്തിലെ കുടുംബങ്ങൾ കൂടി ഉറപ്പാക്കുകയാണ് സമുന്നതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. യൂത്ത് ക്ലബിന്റെ പോസ്റ്റർ പ്രകാശനവും ചാലിശ്ശേരിയിൽ ജനുവരി 2 മുതൽ നടക്കുന്ന സരസ്മേളയുടെ ക്ഷണകത്ത പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളുടെ വിവിധ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമുന്നതി യൂത്ത് ക്ലബിന് രൂപം നൽകുന്നത്. കുടുംബശ്രീയുടെ കേക്ക് ഡയറക്ടറി മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി കുടുംബശ്രീയുടെ കീഴിലുള്ള 880-ലേറെ യൂണിറ്റുകളാണ് രുചികരമായ വിവിധയിനം കേക്കുകളുമായി ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ആവശ്യക്കാർക്ക് കുടുംബശ്രീയുടെ പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഡിസംബർ 19 മുതൽ ഓൺലൈനായി കേക്കുകൾ ഓർഡർ ചെയ്യാം. അവ വീടുകളിൽ എത്തിക്കുന്ന വിധമാണ് സൗകര്യം ചെയ്തിരിക്കുന്നത്. പ്രകാശന ചടങ്ങിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, കുടുംബശ്രീ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ C എന്നിവർ സന്നിഹിതരായിരുന്നു. കൊട്ടാരക്കരയിലെ ഉഗ്രൻകുന്നിൽ KSW MP നേതൃത്വത്തിലുള്ള ബയോ മൈനിംഗ് ആരംഭിച്ചു. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച ശേഷം ലഭിക്കുന്ന ഭൂമി മറ്റാവശ്യങ്ങൾക്കായി വീണ്ടെടുക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരമാണ് മൈനിംഗ് ആരംഭിച്ചത്. സംസ്ഥാനത്താകെ 20 ഇടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യക്കൂനകൾ ഇല്ലായ്മ ചെയ്യുന്നതിനായി ബയോ മൈനിംഗ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഉഗ്രൻകുന്നിലെയും കാലങ്ങളായി തള്ളിയ ഖരമാലിന്യങ്ങൾ ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രീയമായി വേർതിരിച്ച് നീക്കുന്ന പദ്ധതിയുടെ കരാർ മഹാരാഷ്ട്ര നാഗ്പൂരിലെ SMS എൻവോകെയർ ലിമിറ്റഡിനാണ്. പരമാവധി വേഗത്തിൽ ബയോമൈനിങ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സ്ഥലം നിരപ്പാക്കി മാറ്റുന്നതോടെ ഈ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് പദ്ധതിയുടെ നേട്ടം. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മലപ്പുറം നഗരസഭ വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച വിമാനയാത്രാവേളയിൽ നിന്ന് ഭയങ്കര സന്തോഷമായി. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ചില്ലറ എന്ന ഷോർട്ട് ഫിലിം കാണാം. മോളെ അച്ഛൻ പോവാണേ, സൂക്ഷിച്ചു പോണോട്ടാ. സിന്ധു ഞാൻ ഇറങ്ങിയാണേ. നിങ്ങൾ വരുമ്പോ തരാനേ. ഇവിടെ അത്രയധികം പ്ലാസ്റ്റിക്കൊന്നുമില്ല. പ്ലാസ്റ്റിക് ഇല്ലാതിരിക്കില്ലല്ലോ. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടു. ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ. ഇവിടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും ഇല്ല, പൈസ ഇല്ല. ഒന്ന് പോയേ. അത് അയാളുടെ മോളല്ലേ? ഹലോ, എപ്പോ? ഏത് ഹോസ്പിറ്റലാ? ഞാൻ
കുഴപ്പമൊന്നുമില്ലല്ലോ. ഇഞ്ചക്ഷൻ കൊടുത്തോ? അയ്യോ മോളെ, എന്താ മോൾക്ക് പറ്റിയേ? കുഴപ്പമില്ല, ടെൻഷനാവണ്ട. ഇപ്പൊ പേടിക്കാനുള്ളതൊന്നുമില്ല. 1-2 ചെറിയ മുറിവുകളേ ഉള്ളൂ. കയ്യിന്റെ ഫ്രാക്ചർ ഒന്ന് ശ്രദ്ധിക്കേ വേണ്ടുള്ളൂ. എന്തുണ്ടായണാവോ? മോൾ എന്തേലും പറഞ്ഞിരുന്നു? ആക്സിഡന്റ് ആണല്ലോ, പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? പുറത്തു നിൽക്കുന്ന 2 ആളാണ് കുട്ടീനെ ഇവിടെ എത്തിച്ചത്. ആ ആക്സിഡന്റ് പറ്റിയ കുട്ടീനെ കൊടുത്ത ആരാണ്? സാർ വിളിക്കും. നിങ്ങളുടെ വണ്ടിയാണോ എന്റെ മോളെ തട്ടിയത്? അത് ഞാൻ ചോദിച്ചോളാം, നിങ്ങൾ അവിടെ ഇരിക്കേ. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായില്ല, ഞങ്ങൾ കാറിൽ വരുമ്പോ കുട്ടി റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. നല്ലോണം ബ്ലഡ് പോയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചാ. അപ്പൊ സാറേ ഇത് ആരോ കരുതി കൂട്ടി ചെയ്താ. എനിക്ക് അറിയണം എന്താ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇമോഷണൽ ആവാതിരിക്കും. ഇത് ശരിക്കും എവിടെ വെച്ചിട്ടാ സംഭവിച്ചത്? പെരുമോൾ സ്കൂൾക്ക് പോകുന്ന വഴിയിലാണ് കണ്ടത്. സാറേ നമുക്ക് അവിടെ CCTV ചെക്ക് ചെയ്താലോ? രമേഷ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. ശരി ഡോക്ടർ. കഴിക്കാം കുട്ടി കഞ്ഞി കുടിക്കേ. നല്ല കുട്ടിയല്ലേ ഇത്, കഴിക്കൂ. ക്ഷീണം മാറണ്ടേ? കഴിക്കൂ കഴിക്കൂ. ഹലോ. ആ അതെ സർ. ആ ഇപ്പൊ തന്നെ എത്താം സർ. ഓക്കെ. സാറേ, ആ കുട്ടി അച്ഛൻ വന്നത്. വരാൻ പറ. എന്തായി സാറേ, എന്തേലും വിവരം? സംഭവ സ്ഥലത്ത് CCTV ഫുട്ടേജ് ലഭിച്ചിട്ടുണ്ട്. ആരാ സാറേ? KL 52 69 79. നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ സർ. ആരെ കണി കണ്ടോ? നിങ്ങളാണ് ഇതിൽ യഥാർത്ഥ പ്രതി. നിങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കുപ്പിയും മാലിന്യങ്ങളുമാണ് ഈ അപകടത്തിന് കാരണമാക്കിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വേസ്റ്റ് മാനേജ്മെന്റിനും പ്ലാസ്റ്റിക് സംസ്കരണത്തിനൊക്കെ കൃത്യമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഹരിത കർമ്മസേന പോലുള്ള സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ റോഡുകളിൽ മുക്കിലും മൂലയിലുമായി നിരവധി വേസ്റ്റ് ബിന്നുകളുണ്ട്. ഇത്തരം സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളെ പോലുള്ളവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഒരു ജീവൻ തന്നെ അപകടത്തിലാക്കിയത്. ശരിയാണ് സാർ, എനിക്ക് തെറ്റുപറ്റി. ഇത് ഇന്നേക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ മറക്കരുത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം.
മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. കഴിഞ്ഞ 3 വർഷക്കാലമായി മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഇനി 2 വർഷത്തെ കാലാവധി കൂടി ബാക്കിയുണ്ട്. അതിനിടയിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? നമുക്ക് സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് എന്ന നിലയിൽ ദരിദ്രരെ മോചിപ്പിക്കുക എന്നുള്ളത് നഗരങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നഗരങ്ങളിൽ പൊതുവെ നഗര ജനസംഖ്യ അല്ലെങ്കിൽ നഗരങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവിടെ അതിദരിദ്രരുടെ എണ്ണം കുറവായിരിക്കും. ഇപ്പം നമ്മുടെ നഗരസഭയിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. ആ 8 പേർക്കും അവരുടെ ക്ലേശഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിയിലൂടെ അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ 2 പേർക്കാണ് വീടില്ലാതിരുന്നത്. അവർക്ക് നഗരസഭ തന്നെ സ്ഥലം കണ്ടെത്തി നഗരസഭ തന്നെ വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. വീട് റിപ്പയർ ആയിരുന്നു കുറച്ച് പേർക്ക് വേണ്ടത്. അവരുടെ വീട് റിപ്പയറിന് വേണ്ടി തുക വകയിരുത്തുകയും റിപ്പയർ പ്രവൃത്തി നഗരസഭ തന്നെ നേരിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അവർക്ക് ഉപജീവനത്തിനുള്ള ഉപാധികൾ ഉണ്ടാക്കണമായിരുന്നു. അതിൽ ചിലർക്ക് പ്രായത്തിൻ്റെ ആവശ്യതകളുണ്ടെങ്കിൽ പോലും അവർക്ക് സാധ്യമാവുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് മെഡിസിൻ കവർ പോലെ ഉൽപ്പാദിപ്പിക്കുന്നത്, കോഴിയും കൂടും പദ്ധതി, ഒരാൾക്ക് ടൈലറിങ് മെഷീൻ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്റ്റിച്ചിങ് അറിയാം. അപ്പോൾ അവരെ അതിൽ നിന്നും ആ ഒരു പരിശീലനത്തിൽ കുറച്ചുകൂടി പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്നും വരുമാനദായകമായ തൊഴിലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഒരാൾക്ക് നഗരസഭയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പുരുഷനാണ്. അദ്ദേഹത്തിന് പ്രധാനമായും നമ്മൾ ജോലി കൊടുത്തത് നഗരസഭേൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്നേഹാരാമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്നേഹാരാമങ്ങളുടെ പരിപാലന ചുമതലയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ഉപജീവന ഉപാധിയുണ്ട്. ചിലർക്ക് റേഷൻ കാർഡേ ഉണ്ടായിരുന്നില്ല, ചിലർക്ക് വോട്ടർ ID കാർഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡില്ലാത്ത 2 കുടുംബം ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക ഉത്തരവിലൂടെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉൾപ്പെടെ ലഭ്യമായി കൊടുക്കാൻ സാധിച്ചപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് അവർ മോചിപ്പിച്ചിട്ടുണ്ട്. ഇനി അവരുടെ മറ്റ് ദരിദ്രാവസ്ഥകളെ മെച്ചപ്പെടുത്തിയെടുക്കാനും അതുപോലെ ഇനി ഒരിക്കലും അവർ അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? സ്ത്രീകളുടെ കുട്ടികളുടെ ഉന്നമനത്തിന് പ്രത്യേകിച്ച് ജെൻഡർ ബജറ്റ് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കാറ്. ജെൻഡർ റിസോഴ്സ് സെൻ്റർ ഉണ്ട്. ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് സെൻ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് ആണ്. അപ്പോൾ ആ സെൻ്ററുകളിലൂടെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അവിടെ എത്തിച്ചേർന്ന് വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, വിവാഹത്തിന് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കണം സംബന്ധിച്ചുള്ള കൃത്യമായൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജാഗ്രത സമിതി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗര ജാഗ്രത സമിതിക്കുള്ള അവാർഡ് 2 തവണ വാങ്ങിയവരാണ്. നാട്ടിലെ ചെറിയ വിഷയങ്ങൾ പോലും വാർഡ് തല ജാഗ്രത സമിതിയുടെ മുമ്പിൽ വരികയും അവിടെ നിന്ന് പരിഹരിക്കാൻ പറ്റാത്ത നഗരസഭാ ജാഗ്രത സമിതിയുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് അവിടെ വെച്ച് പരിഹരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു അർദ്ധ ജുഡീഷ്യറി സ്വഭാവത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുകയും പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രത്യേക പുരസ്കാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് കുടുംബശ്രീ മുഖാന്തരമാണ്. അത് കുടുംബശ്രീയെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗര CDS മട്ടന്നൂർ നഗരസഭയുടേതായിരുന്നു. 426ഓളം അയൽക്കൂട്ടങ്ങളുണ്ട്. ഏതാണ്ട് 157ഓളം സംരംഭങ്ങളുണ്ട്. സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഏറ്റവും നന്നായി പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ അവർക്ക് ജോലി കിട്ടുന്നതോടൊപ്പം തന്നെ നഗരസഭയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു. ഇവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നഗരസഭാ പരിധിയിൽ തന്നെ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുട്ടികളുടെ ബാലസഭയിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുക. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിശീലന പരിപാടികൾ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള കലാമേളകൾ, അവർക്ക് ഉപകരണങ്ങൾ, അതുപോലെ യോഗ പരിശീലനം, കരാട്ടെ പരിശീലനം. അപ്പോൾ അങ്ങനെ ഒരു സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള സാധ്യതകളെക്കുറിച്ച്, അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ, അവരുടെ വിദ്യാലയത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക കൗൺസിലർമാരെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ കുട്ടികളുടെ മേഖലയിൽ ചെയ്യേണ്ട 18 വയസ്സ് താഴെയുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വിവിധ കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കേണ്ടായി. അവർക്ക് വേണ്ടി പ്രത്യേക മാനവം എന്ന പേരിലുള്ള കലോത്സവം തന്നെ വയോജനങ്ങൾ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ളവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ അധികാര പരിധിക്കകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ മേഖലയിൽ ചെയ്തു വരുന്നുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വളരെ സജീവമാണ്. അവർ എല്ലാ വീടുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചു വരുന്നുണ്ട്.
അടുത്തതായി ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ആരോഗ്യ മേഖലയിൽ പ്രധാനമായും നമ്മൾ ആശുപത്രികളിലെ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം രോഗികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നത്. അതായത് വെൽനസ് ആക്ടിവിറ്റീസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹെൽത്ത് ഗ്രാന്റ് ലഭിക്കുമ്പോൾ അതിൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ ഒരു തരത്തിലുള്ള ജീവിതശൈലി രോഗവും വരാതെ നോക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരെപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സർക്കാരിൻ്റെ NCD ക്ലിനിക്കുകളുണ്ട്, അവിടെയൊക്കെ 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ വരുന്നില്ല. അപ്പോൾ നമ്മുടെ നഗരസഭയിലെ 35 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗസാധ്യതകളുള്ള വാർഡുകൾ ഏതാണെന്ന് കണ്ടെത്തി. ആ വാർഡുകളിൽ 5 വാർഡുകളുണ്ടായിരുന്നു. ആ വാർഡുകളിലെ ജനങ്ങളെ വിളിച്ചു ചേർത്ത് അവർ സ്ക്രീനിങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 30 വയസ്സിനും 50 വയസ്സിനിടയിൽ എല്ലാവർക്കും ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കാനും ഇവരെ മുഴുവൻ ഒരു കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ടെന്ന് പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്താൻ നഗരസഭ നേരിട്ട് മുൻകൈ എടുക്കുകയാണ്. ഏതെങ്കിലും ശരീരത്തിൽ ആവശ്യത്തിലധികം ശരീരത്തിലെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരിക്കലും ഒരു മാരക രോഗമായി മാറാതിരിക്കാനും അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശുപത്രികളിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരണം. പിന്നെ വെൽനസ് ആക്ടിവിറ്റീസ് എല്ലാ വാർഡുകളിലും യോഗ പരിശീലന പരിപാടികൾ നമ്മുടെ നഗരസഭയുടെ ഹോമിയോ ആശുപത്രിയുടെ കീഴിൽ യോഗ ട്രെയിനറുണ്ട്. 20 വിദ്യാലയങ്ങളിൽ ഈ യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. മുതിർന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, വയോജന വേദികളിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ സംഘടിപ്പിക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് 3 വെൽനസ് സെന്ററുകൾ ഒരുമിച്ച് ആരംഭിച്ച നഗരസഭ നമ്മുടേതാണ്. വെൽനസ് സെന്ററുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് തരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ 87 നഗരസഭകളിൽ 3 അനുവദിച്ചത് 3 ഒരേ സമയത്ത് തുടങ്ങിയത് നഗരസഭയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരുപാട് വെൽനസ് ആക്ടിവിറ്റീസ് നടക്കുന്നു. പിന്നെ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ സാധ്യതയുണ്ടായിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അതുപോലെ കൊതുകിൻ്റെ രോഗങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിലെല്ലാം വലിയ കുറവ് വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1500 നഗരസഭകളെ പിൻവലിയിട്ടാണ് സ്വച്ഛ് ശേഖർ പുരസ്കാരം നമ്മുടെ നഗരസഭ വാങ്ങിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച് 2 വാക്ക്. അതായത് നമ്മുടെ നഗരസഭ രൂപീകരിച്ചിട്ട് 28 വർഷമാകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പഞ്ചായത്തായിരിക്കുമ്പോൾ മാലിന്യങ്ങൾ അത്രത്തോളം ഉണ്ട്, നഗരത്തിലെ മാലിന്യം അത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ നഗരസഭയായി മാറിയതോടുകൂടി നഗരസഭയുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ഭരണസമിതി തന്നെ വിശാലമായ ട്രെഞ്ചിങ് ഗ്രൗണ്ട്, ജനവാസം കുറഞ്ഞ സ്ഥലത്ത് അവർ ഭൂമി ഏറ്റെടുത്ത് വെച്ചിരുന്നു. അപ്പം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയതുകൊണ്ടാണ് ദേശീയ തലത്തിൽ വരെ പുരസ്കാരം നേടാൻ നമുക്ക് സാധിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം പല നഗരസഭകൾ അഭിമുഖീകരിക്കുന്നത് മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള സ്ഥലത്തിൻ്റെ അപര്യാപ്തതയാണ്. നമുക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ കേന്ദ്രത്തെ ഏറ്റവും നന്നായി നമുക്ക് വിപുലപ്പെടുത്താനും അതിൻ്റെ മെക്കനൈസേഷൻ ഉൾപ്പെടെ നടത്താൻ സാധിച്ചു. ഇപ്പം നഗരത്തിലെ മുഴുവൻ ജൈവ മാലിന്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കരിച്ച് വളമാക്കി മാറ്റി കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. 1 കിലോഗ്രാമിന് 10 രൂപ വെച്ചുകൊണ്ട് കർഷകർക്കും മറ്റ് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും 55 ഹരിതകർമ്മ സേനയാണ് ശേഖരിക്കുന്നത്. നഗരസഭയിലെ 35 വാർഡുകൾ ഏതാണ്ട് 140ഓളം MCFകളുണ്ട്. ഈ MCFകളിൽ അവർ തരംതിരിച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള ബെയിലിംഗ് കേന്ദ്രത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബെയിൽ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ നിശ്ചയിക്കുന്ന ഏജൻസികൾക്ക് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്വച്ഛ് സർവേക്ഷൺ റാങ്കിൽ നമ്മളിപ്പം 1583 നിന്ന് നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരുന്നതിന് ഒരു കൃത്യമായ ടീം വർക്ക് നടന്നിട്ടുണ്ട്. നഗരസഭയിലെ ആരോഗ്യ വിഭാഗം, നമ്മൾ ഹരിതകർമ്മസേന, തൊഴിലാളികൾ, ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തർക്കും നിശ്ചയിച്ച ചുമതല കൃത്യമായി ചെയ്തു. അതുകൊണ്ടാണ് ആ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ആരാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തരും, ഇപ്പം നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളും ചെയ്തിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ട്, അത് ഏറ്റവും മികവായിരുന്നു. നഗരസഭയിലെ ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങൾ വിളിച്ചു. എല്ലാ ആരാധനകളിലും ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞു. 50-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഏത് പരിപാടിക്കും ഹരിത പ്രോട്ടോകോൾ നിർബന്ധമാണ്. പിന്നെ ഫൈൻ ഈടാക്കുന്ന കാര്യത്തിൽ ഇപ്പം ജനങ്ങൾക്ക് തന്നെ ബോധമുണ്ട്. ഇപ്പം വലിച്ചെറിയരുത് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. വലിച്ചെറിഞ്ഞാൽ പിടികൂടും. നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ 53 സ്പെഷ്യൽ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ ക്യാമറകൾ വെച്ചതോടുകൂടി കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ട് ആളുകൾ മാറിയിട്ടുണ്ട്. എങ്കിലും കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാ നഗരങ്ങളും അനുഭവിക്കുന്ന പോലെ ഇപ്പോൾ ഈ കക്കൂസ് മാലിന്യമൊക്കെ കൊണ്ടുപോയി തള്ളുന്ന സാഹചര്യമൊക്കെ
നമ്മുടെ നഗരസഭയിലും ഉണ്ട്. എവിടെയാണോ ഒടിഞ്ഞ സ്ഥലങ്ങളുള്ളത് അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന മനുഷ്യരിപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെ കൂടി നമ്മളെ ഈ മുഖ്യധാരയിൽ കൊണ്ടുവരണം. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആളുകൾ മാറ്റണം. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാമായി എന്ന് ഇപ്പോഴും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അവാർഡ് കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. ഇനി എവിടെ ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ഒരു കടലാസ് കഷ്ണം കണ്ടാൽ തന്നെ നാട്ടുകാർ വിളിക്കും, പക്ഷെ അവിടെ വേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നാട്ടുകാരെത്തിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട മാറ്റമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് നമുക്ക് ദേശീയതലത്തിൽ തന്നെ പുരസ്കാരം നേടാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു. നമ്മൾ വ്യാവസായിക മേഖല നഗരസഭയുടെ വ്യാവസായിക മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള നഗരസഭയാണ് നമ്മുടേത്. 54.53 ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ ഇത്രയും വിസ്തൃതിയുള്ള ഒരു നഗരസഭയാണിത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിസ്തൃതി കൂടിയ നഗരസഭകളിൽ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പ്രദേശങ്ങളും ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമാണ്. പിന്നെ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുന്നും മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള കുറേ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇപ്പോൾ കാർഷിക മേഖലക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജനതയായിരുന്നു. ഇപ്പം ഗ്രാമീണ അന്തരീക്ഷം വിട്ടുമാറാത്ത കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വ്യവസായത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിരുന്നില്ല. നമുക്കൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണുള്ളത്. അവിടെ ചെറുകിട വ്യവസായങ്ങളിൽ 10-15 സംരംഭങ്ങളുള്ളതാണ് നമ്മുടെ വ്യാവസായിക മേഖലയുള്ളത്. എന്നാൽ നമ്മുടെ നഗരസഭയോട് ചേർന്ന് ഇപ്പോൾ കിൻഫ്രയുടെ വ്യവസായ പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പം അവിടെ കുറേ സംരംഭങ്ങൾ വരാൻ വേണ്ടി പോവാണ്. ഇപ്പം നാട്ടുകാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇപ്പം 10-12 സംരംഭങ്ങൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയ്ക്ക് അനുയോജ്യവുമല്ല. ഒന്ന് എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഈ നഗരത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വലിയ വ്യവസായങ്ങൾക്ക് സാധ്യതയില്ല. അതാണ് പൊതുവിൽ വ്യാവസായിക മേഖലയിലുള്ള പ്രശ്നം. ആരോഗ്യ മേഖലയിൽ പിന്നെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർഡ് തലത്തിലുള്ള ആരോഗ്യ മേളകൾ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങൾ നമ്മൾ കൃത്യമായ എല്ലാ മാസവും അതിൻ്റെ മീറ്റിംഗ് ചേരുന്നുണ്ട്. പിന്നെ വാർഡ് തലത്തിലുള്ള ഹെൽത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം ഫലപ്രദമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഒരു ഭംഗിയൊക്കെ പറയുന്നില്ല, അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ആരോഗ്യ മേഖലയിലെ JHIമാരായാലും അതുപോലെ പബ്ലിക് ഹെൽത്ത് ആയാലും മുനിസിപ്പൽ ഹെൽത്ത് ആയാലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ. അവരുടെ സമയത്തിൻ്റെ അതായത് 10 to 5 എന്നുള്ള വർക്കിംഗ് ടൈം അല്ല അവർ. അതിൽ കൂടുതൽ സമയം അവർ നഗരസഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അത് നഗരസഭയിൽ കൂടി അവരെ ചേർത്ത് നിർത്തേണ്ട ഭാഗമായിട്ടാണ്. പിന്നെ CHC ആണ് നമുക്കുള്ളത്. ആ CHCയിൽ ഇപ്പോൾ 9 ഡോക്ടർമാരുണ്ട്. മരുന്നിനൊരു ക്ഷാമമില്ല. നഗരസഭ നിശ്ചയിച്ച ഡോക്ടർമാരും നഗരസഭ നിശ്ചയിച്ച ഫാർമസിസ്റ്റുകളും അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ലാബ് ടെക്നീഷ്യന്മാരുടെ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ NABH അക്രഡിറ്റേഷൻ കിട്ടിയതാണ് നമ്മുടെ ഹോമിയോ ആശുപത്രി. ആയുർവേദ ആശുപത്രിക്കും ഈ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരു വലിയ ആയുർവേദ ആശുപത്രി തന്നെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. മട്ടന്നൂര് കുന്നും മലക്കുള്ള സ്ഥലമെന്ന് പറയും. അപ്പോ ദുരന്ത സാധ്യതാ മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ ദുരന്ത നിവാരണത്തിന് നമുക്ക് പിന്നെ ദുരന്തത്തിന്റെ സാധ്യതകൾ കുറവാണ്. പക്ഷെ നഗരസഭയുടെ 2 അതിരുകളിലും പുഴയുണ്ട്. ഒന്ന് അഞ്ചരക്കണ്ടി പുഴയും ഒന്ന് വളവട്ടണം പുഴയാണ്. ഈ 2 പുഴയുടെയും ബൗണ്ടറി എന്ന് പറയുന്ന ഒരു ബൗണ്ടറി നമ്മുടെ നഗരസഭയാണ്, ഒരരികെ. അപ്പം അതുകൊണ്ട് മഴവെള്ളം കയറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത്യാവശ്യം ഇത്തരം പ്രശ്നങ്ങൾ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊട്ടടുത്താണ് പഴശ്ശി ഡാം, പഴശ്ശി ജലസേന പദ്ധതി. അവിടുത്തെ റിസർവോയറിൽ വെള്ളം നിറയുമ്പോൾ പെട്ടെന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ പുഴയിൽ ജലനിരപ്പ് വരും. ആ ജലനിരപ്പിനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഇപ്പം 2018 പ്രളയത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല, 19 ഉണ്ടായിട്ടില്ല. ഇപ്പം കഴിഞ്ഞ വർഷം ഒരു പ്രളയം ഉണ്ടായപ്പോൾ നമുക്കൊരു ഇതുവരെ വെള്ളം കയറാത്ത മേഖലയിലേക്ക് വെള്ളം. അപ്പോൾ അത് കാലാവസ്ഥയിൽ നിന്ന വ്യതിയാനം മറ്റൊരു നഗരസഭയും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുണ്ട് നമുക്ക്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ ലഭ്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്രൊജക്റ്റ് തന്നെയുണ്ട്. ആ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഷിക മേഖല എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ ലാഭാധിഷ്ഠിതമല്ലാത്തതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങലുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ അനുഭവത്തിൽ നഗരസഭയുടെ ഇടപെടലുണ്ടായപ്പോൾ നെൽകൃഷി തന്നെ നേരത്തെ 5 ഹെക്ടറിൽ നിന്ന് 11 ഹെക്ടറിലേക്ക് മാറി. അങ്ങനെ മാറാൻ കാരണം വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞങ്ങൾ പ്ലാൻ ഫണ്ട് പദ്ധതി വിഹിതത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കാശ് വെച്ചു. ഇപ്പോൾ സംയോജിത പ്രൊജക്റ്റ് ആക്കിയപ്പോൾ നെൽകൃഷിയിൽ ചെയ്യുന്നതിന് പ്രശ്നം എന്താ?
നെൽവയലുകളിൽ ജോലിയെടുക്കാൻ ആളില്ല. അപ്പോൾ ഈ തൊഴിലാളികളെ കിട്ടിയപ്പോൾ പഴയതുപോലെ നെൽകൃഷി ചെയ്യാൻ വേണ്ടി താല്പര്യത്തിലുള്ള ആൾ വന്നു. അതുകൊണ്ടാണ് 6 ഹെക്ടറിലധികം നെൽകൃഷി പുതുതായി കൃഷി ചെയ്യാൻ വേണ്ടി നടത്താൻ വേണ്ടി സാധിച്ചത്. ആ ഒരു മാറ്റമുണ്ട്. പിന്നെ ഞങ്ങൾ ആവിഷ്കരിക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. 1 ലക്ഷം പച്ചക്കറി തൈകളാണ് ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുന്നത്. 80 ലക്ഷം രൂപയുടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നഗരസഭയുടെ ഇടപെടലിലൂടെ മാത്രം. ഇതിന് പുറമെ സ്വാശ്രയ കർഷക സമിതിയുണ്ട്. അവർ ഒരു വർഷം 1 കോടി രൂപയുടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാകെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു പങ്ക് മട്ടന്നൂരിൽ നിന്നും കൂടിയാണ് എന്നുള്ളതും ഏറെ സന്തോഷം നൽകുന്നുണ്ട്. പിന്നെ കർഷകർക്ക് തെങ്ങിന് ജൈവവളം നഗരസഭ കൊടുക്കുന്ന പ്രോജക്റ്റാണ്. അതുപോലെ കുരുമുളക് തൈ കൊടുക്കുന്നുണ്ട്, കവുങ്ങിൻ തൈ കൊടുക്കുന്നത്, പിന്നെ ഇടവിള കൃഷി ഇഞ്ചിയും മഞ്ഞൾ ഉൾപ്പെടെ കൃഷി ചെയ്യാൻ വേണ്ടി എല്ലാ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാശ്രയ ശീലത്തിലേക്ക് ഓരോ മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇടപെടലാണ് മട്ടന്നൂർ നഗരസഭയിൽ നടന്നു വരുന്നത്. ഭിന്നശേഷിക്കാരുടെ അതായത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബഡ്സ് സ്കൂളിനുള്ള പുരസ്കാരം മട്ടന്നൂർ നഗരസഭയുടെ ബഡ്സ് സ്കൂളിൽ 55 കുട്ടികളുണ്ട്. അതിൽ 30 പേരും മട്ടന്നൂർ നഗരസഭയുള്ളതും മറ്റ് കുട്ടികൾ സമീപത്തെ പഞ്ചായത്തിലുള്ളവരുമാണ്. അപ്പം അതിനകത്ത് നേരത്തെ അഡ്മിഷൻ നേടി ഇപ്പം 18 വയസ്സ് കഴിഞ്ഞവർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ചപ്പോഴാണ് നമ്മുടെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ നമ്മുടെ നാട്ടുകാരിയാണ്. ടീച്ചറുടെ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബഡ്സ് സ്കൂളിനെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററാക്കി ഉയർത്തി. ഇപ്പോൾ ഒരു 4 കോടി രൂപയുടെ കെട്ടിടമുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് അവിടെ ഏറ്റവും മികച്ച രീതിയിലുള്ള പരിശീലനം ലഭിക്കാൻ, അതായത് ഓരോ കുട്ടിയുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കി ടീച്ചേഴ്സിന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വർഷം ഏതാണ്ട് 57 ലക്ഷം രൂപ നഗരസഭ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾക്ക്, വൊക്കേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, മറ്റേ ഒക്കപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, വൊക്കേഷണൽ ടീച്ചറുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇവർക്കെല്ലാം വേണ്ട 57 ലക്ഷം രൂപ ശമ്പള ഇനത്തിൽ മാത്രം നഗരസഭ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഗരസഭ ചെയ്യുന്നു. അപ്പം നമ്മുടെ അടുത്ത റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ അവിടെ എത്തിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ കൂടി ചെലവഴിക്കാനും അതോടൊപ്പം വരുമാനദായകമായിട്ടുള്ള ഏതെങ്കിലും തൊഴിൽ പരിശീലനത്തിലെ കേന്ദ്രം കൂടി അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതാണ് നമുക്ക് ഭരണസമിതി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലൂടെ ആ കുട്ടികളൊരു ഭിന്നശേഷി കുട്ടികളുടെ ഭാരമാണെന്ന തോന്നൽ ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് നാട്ടുകാരുടെ സഹായം ലഭിക്കുന്നുണ്ട്. പലരുടെയും പിറന്നാളാഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്. അതുപോലെ യൂണിഫോം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കും. ഭിന്നശേഷി കലോത്സവത്തിലെ കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനം നമുക്കായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭരണസമിതി എങ്ങനെയൊക്കെ ഇടപെടണമോ അതൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ടീം സ്പിരിറ്റോട് കൂടിയിട്ട് എല്ലാവരും സഹായിക്കുന്നു. അതിലൂടെ ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 3 കൊല്ലത്തെ അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. മട്ടന്നൂരിലെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മട്ടന്നൂരിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രതിസന്ധികളെ കുറിച്ചും പറയേണ്ടതുണ്ട്. അപ്പം നമുക്ക് നഗരത്തിൽ അഴുക്കുചാൽ സംവിധാനം ഉണ്ടെങ്കിലും ആ വേസ്റ്റ് വെള്ളത്തെ കൃത്യമായി സംസ്കരിച്ച് പുറത്തേക്ക് വിടാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പരിഹാരം കണ്ടു. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നഗരമധ്യത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി 3 കോടി 19 ലക്ഷം രൂപേൻ്റെ പ്രോജക്റ്റാണ്. അത് നമ്മളിപ്പം ഈ ജനുവരി മാസത്തോടെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പദ്ധതി. നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന പദ്ധതികളൊന്നും അതാണ്. രണ്ടാമത്തത് ഒരു പഴം പച്ചക്കറി മാർക്കറ്റാണ്. അതും നഗരത്തിൽ മധ്യത്തിൽ തന്നെ 40 സെൻറ്റ് സ്ഥലം ലാൻഡ് പോളിങ്ങിലൂടെ നമ്മൾ സംഘടിപ്പിക്കുകയും അവിടെ 15 കോടിയുടെ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് തത്വത്തിൽ നമ്മൾ ഇമ്പാക്റ്റ് കേരള ചുമതലപ്പെടുത്തി അതിന് ടെൻഡർ നടപടിയിൽ കടന്നു. അതും കൂടി പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ നഗരത്തിലെ റോഡുകളുടെ വികസനം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇപ്പോൾ നഗരസഭയിലെ പ്രധാനപ്പെട്ട 2-3 റോഡുകൾ മെക്കാഡം ചെയ്ത് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ നഗരം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന മട്ടന്നൂർ ഒരു അര കിലോമീറ്റർ അകലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. നല്ല ഡ്രെയിനേജ്, നല്ല ഫുട്പാത്ത്, ഇതിനുള്ള പദ്ധതികൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ നമ്മൾ മട്ടന്നൂർ നഗരത്തിൽ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള നല്ല വഴികളെ കുറിച്ച് ചർച്ച ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട വഴി ഹരിത ഇടനാഴി എന്ന പേരിൽ പൂർത്തിയാവുകയാണ്. അതുപോലെ മട്ടന്നൂർ നഗരത്തിൽ എത്തിച്ചേരുമ്പോൾ, മട്ടന്നൂർ എന്ന് പറയുന്നത് ഈ കർണാടക സ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയാം, ഇരിട്ടി റൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഉള്ള ട്രാഫിക് കൺജക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഏത് ഭാഗത്തേക്ക് പോകണം എന്ന് അറിയാത്ത പ്രശ്നമുണ്ട്. അവിടെ
അതിനുവേണ്ടി ഒരു ക്ലോക്ക് ടവർ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മട്ടന്നൂർ ചരിത്രത്തിൽ ഇടം നേടിയ സ്ഥലമാണ്. നമ്മുടെ ബ്രിട്ടീഷ് പീരീഡിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ സമരം നടന്ന സ്ഥലമാണ്. ആ സമരം നടന്നിട്ട് ഏതാണ്ട് 85 വർഷം കഴിഞ്ഞെങ്കിലും ആ സമരത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറുടെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരകം മട്ടന്നൂർ നഗരത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുക. 2 വർഷക്കാലം നമുക്കുണ്ട്. ആ പദ്ധതി പീരീഡിനകത്ത് ഇതൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയിൽ ചെയ്യുന്നുള്ള ചരിത്രത്തിൽ ഇറങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മട്ടന്നൂരിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ, അതായത് ഇപ്പം എയർപോർട്ടിനോട് ചേർന്നിട്ട് എയർപോർട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് മട്ടന്നൂർ നഗരസഭയിൽ. ഇപ്പോൾ വിനോദ സഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രമാണ്. പഴശ്ശിരാജ വീര കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നു പഴശ്ശി നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ നമ്മുടെ മുൻ ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ ബ്രിട്ടീഷുകാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടത്താവളങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന കുളം ഉണ്ടായിരുന്നു. ആ കുളവും ബ്രിട്ടീഷ് പട്ടാളവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുളത്തിൽ തൂണുകൾ സ്ഥാപിച്ച് അതിൻ്റെ മേലെയാണ് പഴശ്ശിരാജാവിൻ്റെ ഒരു സ്മൃതി മണ്ഡപം സ്ഥാപിച്ചിട്ട് നല്ല പ്രതിമയൊക്കെ ഉണ്ട്. ആ സ്മൃതി മണ്ഡപത്തിൻ്റെ വികസനം ഇപ്പം നടക്കുകയാണ്. ഒരു കൾച്ചറൽ സെൻ്ററാക്കി അത് വിപുലീകരിച്ചിട്ടുണ്ട്, വലിയ ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്, അവിടെ എത്തിയാൽ പഴശ്ശിരാജാവിൻ്റെ ചരിത്രം മുഴുവൻ അവിടെ ആ മണ്ഡപത്തിനകത്ത് കൃത്യമായി ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന കേന്ദ്രമാണ്. തൊട്ടടുത്ത് പഴശ്ശി കോവിലകം ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. ഇപ്പം അതിനപ്പുറത്ത് നമ്മുടെ ഗോപിനാഥ് മുതുകാടിൻ്റെ നിർദ്ദേശത്തിൽ ഒരു കൾച്ചറൽ സെൻറ്റർ 5 കോടി രൂപേൻ്റെത് വരുന്നുണ്ട്. അതും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാകുന്നൊരു കേന്ദ്രമായി മാറും. പിന്നെ മട്ടന്നൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പഴശ്ശി ഡാമാണ്. അത് മട്ടന്നൂർ നഗരസഭയിലല്ല, പക്ഷെ അവിടുന്നും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി പ്രകൃതി സ്നേഹികൾക്ക് ഏത് ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രമുണ്ട്. അതാണ് പൂങ്ങോട്ടുംകാവ് ഇക്കോ ടൂറിസം. അതായത് നമ്മുടെ പിന്നെ മഴക്കാടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നിത്യഹരിത വനങ്ങൾ, എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് ആ വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളുള്ളതാണ്. കാവടി വേരുകളോട് കൂടിയിട്ടുള്ള മരങ്ങളുള്ള പൂങ്ങോട്ടുംകാവ് നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തെക്കാളുപരി പ്രകൃതി പഠന സ്നേഹികൾക്ക് കൃത്യമായി പഠനം, ഒരുപാട് പുതിയ തരത്തിലുള്ള ജൈവ സസ്യങ്ങളുടെ കലവറയാണ് ഈ കേന്ദ്രം. അപ്പോൾ ആ മേഖലയും കൂടി നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്, സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ടൂറിസത്തിന് സെൻറ്റർ. പ്രധാനമായി എയർപോർട്ട് ഉള്ളത് കൊണ്ട് എയർപോർട്ടിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വയനാട്ടിലേക്കും കൂർഗിലേക്കും പോകേണ്ടത് നമ്മുടെ റൂട്ടിലാണ്. ഇപ്പോൾ വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പം കിലയിൽ നിന്ന് കിട്ടിയ ക്ലാസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഫണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുറേ ഷെൽട്ടറുകൾ ഒരുക്കുന്നതിന് വേണ്ടി കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കില എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 വർഷം മുമ്പ് തന്നെ അവിചാരിതമായി ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5 ദിവസത്തെ അർബൻ പോവർട്ടി എലീവിയേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ബിരുദമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ നഗരസഭയുടെ പ്രഥമ ചെയർമാനായ ചന്ദ്രമാഷി ഇവിടത്തേക്ക് അയച്ചു. അന്ന് മുതൽ കിലയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന പരിശീലനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീപ്പൊരി ഇവർ നൽകും. ആ തീപ്പൊരിയെ തീയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതകളെ കുറിച്ചാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം നാം മികച്ചൊരു പരിശീലന കേന്ദ്രമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മികച്ച പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ട് കണ്ണൂരിൻ്റെ അഭിമാനമാവാൻ, കേരളത്തിൻ്റെ അഭിമാനമാവാൻ മട്ടന്നൂർ നഗരസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സന്തോഷം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.